അതെ, എനിക്കൊരാഗ്രഹം എന്നല്ലേ, ഈ ലുലുവിന് വാങ്ങിച്ച സാധനങ്ങളൊക്കെ നിങ്ങളെ കാണിക്കണമെന്ന്. നമ്മുടെ യൂസിലുള്ള കവിത ചെയ്യത്തില്ലേ എന്ന് പറഞ്ഞ പോലെ, ഇനി നിങ്ങൾ ഇതും പറഞ്ഞിട്ട് എന്നെ തെറി പറയാൻ വന്നേക്കരുത്. പെണ്ണുങ്ങളെ, നിങ്ങൾ എന്ത് വാങ്ങിച്ച എന്നെ ഞങ്ങളെ എന്തിനാ കാണിക്കുന്നതെന്നൊന്നും ചോദിച്ചേക്കരുത്. വെറുതെ എന്നെ ഒന്ന് വിരട്ടിയാ മതി, ചുമ്മാ പേടിപ്പിച്ചോട്ടാ മതി, ഞാൻ വന്നേക്കുള്ളൂ. ഇത് ആദ്യത്തേതും അവസാനത്തേതും എന്റെ ഒരു ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് ഓടിച്ചൊരു നോട്ടം നോക്കാം. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഞാന് ഒരു പാല് വാങ്ങിക്കണം, പിന്നെ എന്റെ മമ്മിക്ക് ഒരു അണ്ടർ ഗാർമെന്റ്സ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് വാങ്ങിക്കാൻ പോയതാ. വെറും നിസ്സാര കാര്യം, പക്ഷെ വാങ്ങിച്ചാൽ കാണിച്ചതേ. ഫസ്റ്റ് വൺ ചെദാർ ചീസിന്റെ ഒരു കുക്കിയോ ബിസ്ക്കറ്റോ ഉണ്ട്, ക്രാക്കേഴ്സ്. എത്രയാണ് ഞാൻ നോക്കട്ടെ. പിന്നെ വാങ്ങിച്ചതാണ് ചക്കപ്പഴം. ലുലുവിൽ ആരെങ്കിലും പോകുന്നുണ്ട് ഈ സാധനം വാങ്ങിച്ചോ കേട്ടോ. ഒരെണ്ണത്തിന് എത്ര കഴിച്ച? 5 രൂപത്തിന്റെയാണ്. മറ്റേ ഹാപ്പിനെസ് അക്കൗണ്ട് ഉള്ളവർക്ക് 5 രൂപ. ഹാപ്പിനെസ് അക്കൗണ്ട് ഉള്ളവർക്ക് 5 രൂപ. അങ്ങനെ 5 രൂപയുടെ സത്യം പറഞ്ഞാൽ 4 ചക്കപ്പഴം വാങ്ങിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ ഇത് ചക്കപ്പഴം. കണ്ടോ, കിടക്കാട്ട് ചക്കപ്പഴം കേട്ടോ. സ്പ്രിങ്കിൾസ് ജേഡുവിനും. മാഗ്നറ്റ് എന്തിനാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായത്. ജേഡന് ഓരോന്നും എടുത്തിടും, ജസ്റ്റ് അതെല്ലാം എനിക്ക് വാങ്ങിച്ചോട്ട് വിടും. ഇതെന്തോന്നാ, ഫ്ലാഷ് എന്ന് പറഞ്ഞൊരു ബുക്കോ? ഇതുമായിട്ടൊന്നും എനിക്ക് ബന്ധമില്ല ഗൈസ്. ഇവിടുത്തെ അപ്പന്റെ മകന്റെ കാര്യങ്ങൾ ഒറ്റ കേസ് കണ്ടു. ഇനിയാണ് ഒരാവശ്യമില്ലാത്ത സാധനങ്ങള്. ചിക്കൻ നൂഡിൽസ് 10 ദിർഹം. ജസ്റ്റ് എന്നെ നോക്കുന്നേ. പിന്നെ കേരള ഡക്ക് റോസ്റ്റ് ലുലു കണ്ടപ്പോ വാങ്ങിച്ചാണ്. അതിനെത്രയാ? കേരള ഡക്ക് റോസ്റ്റിന് 22.20 ദിർഹംസ്. പിന്നെ കള്ളപ്പം 10 രൂപ, 10 ദിർഹംസ്. പിന്നെ കോക്കനട്ട്, അതിന് 3 എണ്ണം വാങ്ങിച്ചു. പിന്നെ ഒരു ഷേക്കിയാക്കി സുഷി വാങ്ങിച്ചു. ഒരു സുഷി 16 ദിർഹം. Actually, this cost for 12 dirham and it's called Absolute Flash. പിന്നെ ക്യാഷ് എത്ര? ഒരു 10-36 ദിർഹംസ് ആയിട്ടുണ്ടാവും അല്ലേ? ഇല്ല, എഴുതിയിട്ടുണ്ട് 34 ദിർഹംസ് ക്യാഷിന്. പിന്നെ ഉണക്കപ്പയർ, ഇത് നമ്മളുടെ വികാരമാണ്. ഇത് തീർന്ന് നമ്മൾ വാങ്ങിച്ച് ഫില്ല് ചെയ്ത് വെക്കും. ആരെയും നമ്മളെ പോലെ ഉണക്കപ്പയർ വാങ്ങിക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. 2 ഉണക്കപ്പയർ വാങ്ങിച്ചു കേട്ടോ. ഉണക്കപ്പയർ, പിന്നെ സോസേജ്, പിന്നെ യോഗേർട്ട്. അത് 2 എണ്ണം വാങ്ങിച്ചായിരുന്നു. ഒന്നേ കാണുന്നുള്ളൂ. ഗ്രീക്ക് യോഗേർട്ട് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചാണ്. ഇതാ ചക്കപ്പഴം കേട്ടോ, നല്ല അച്ചപ്പം കണ്ടപ്പോ വാങ്ങിച്ചാണ്. നല്ല അച്ചപ്പം. അപ്പൊ അങ്ങനെ ഒരു പാക്കറ്റ് അച്ചപ്പം വാങ്ങിച്ചു. അനൗൺസ്മെന്റ് ചെയ്യാണ്. ഇപ്പൊ more than 100 of you guys are participating. No, competing is way better. Competing in this giveaway. So, if you want to test your luck, just spam Jaden. It's pretty real. That's not luck, but just spam Jaden for luck. That's it. It might work. I don't want. Why I want it? Oh, fine. I hate them. പിന്നെ ഓർഗാനിക് വെണ്ടയ്ക്ക, ഒന്ന് എനിക്ക് മെഴുക്കുരട്ടി വെക്കാനും, ഒന്ന് ജേഴ്സിക്കുന്ന വെണ്ടയ്ക്ക കൊണ്ട് എന്നാ വെക്കാൻ? വെണ്ടയ്ക്ക ചാറ്. ഓരോരോ പൂതികളെ. ഇപ്പൊ ജസ്റ്റിക്ക് വെണ്ടയ്ക്ക ചാറ് വെക്കാൻ വെണ്ടയ്ക്ക. മുമ്പേ ഞാൻ പറഞ്ഞ യോഗട്ട്, ഗ്രീക്ക് യോഗട്ട് ഞാൻ ഒന്നുകൂടെ എടുത്തു. ഗ്രീക്ക് യോഗട്ട്. പിന്നെ മൾട്ടിഗ്രെയിൻ ബ്രെഡ് 2 എണ്ണം എടുത്തു. നമ്മൾ വാങ്ങിക്കുന്ന ബ്രെഡാണ് മൾട്ടിഗ്രെയിൻ ബ്രെഡ്. പിന്നെ അമ്മച്ചി
നല്ല വില. ശ്രീലങ്കൻ മാംഗോ, സൂപ്പർ മാങ്ങ കേട്ടോ. ഇത് കഴിച്ചിട്ടില്ലാത്ത ഒരു പ്രാവശ്യമെങ്കിലും ഈ മാങ്ങ വാങ്ങിച്ച് കഴിച്ചു നോക്കണം. ഇത് 47 dirhams ശ്രീലങ്കൻ മാംഗോയ്ക്ക്. പക്ഷെ കിടുക്കാച്ച സാധനമാണ് മക്കളെ, കണ്ടോ? അല്ല 47 അല്ലല്ലോ, കിലോയ്ക്ക് അത്ര അല്ലല്ലോ. ആ കിലോയ്ക്ക്, സോറി, ഇത് കിലോയ്ക്ക് 21.45 ശ്രീലങ്കൻ മാംഗോ. പിന്നെ ബനാന, ഇന്ത്യൻ യെല്ലോ ബനാന, നേന്ത്രക്ക 5.85. പിന്നെ വാങ്ങിച്ചത് സ്വീറ്റ് പൊട്ടറ്റോ 43 grams, 43.95, 44 കൂട്ടിക്കോ. സ്വീറ്റ് പൊട്ടറ്റോ പർപ്പിളാണ് നമ്മൾ വാങ്ങിക്കുന്നത്, ഇന്തോനേഷ്യയുടെ സ്വീറ്റ് പൊട്ടറ്റോ ആണ്, അതുകൊണ്ടാണ് ഇത്രയും പ്രൈസ് ആവുന്നത്. അതല്ലെങ്കിൽ ഇത്രയും പ്രൈസ് ഒന്നും ഇല്ല. നിങ്ങൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു സാധനം വാങ്ങിച്ച് കഴിച്ചു വേണം കേട്ടോ, പർപ്പിൾ. ഇത് കഴിച്ചാൽ പിന്നെ നിങ്ങൾ മറ്റേ സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കുക. ഇതിനകത്ത് ഈ കളർ തന്നെയാണേ. ഇത് കിലോയ്ക്ക് 23.95, 24 grams കിലോയ്ക്ക്, ഇത്രേ ഉള്ളൂ, വലിയ വിലയൊന്നുമില്ല. അടുത്തത് പൊമിസൺ ചീസ്, സ്പെയിൻ പൊമിസൺ ഫ്രൂട്ട്. ഇത് അതിന് എത്രയാ? അതിന് 9.15. ഈ സാധനം കൊച്ചു കഴിക്കുകയല്ലാത്ത ജസ്റ്റ് ആര് വാങ്ങിച്ചിട്ടാ? അവൻ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് 2 ബ്രൗണി അങ്ങനെ നമുക്കൊരു കുന്തപ്രാണ്ടി. പിന്നെ ഞാൻ വാങ്ങിച്ചു കപ്ലങ്ങ 15.20, 15 dirhams കൂട്ടിക്കും. നാട്ടിലാർക്കും വേണ്ടാത്ത സാധനം. പക്ഷെ ഇവിടെ നാട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവോക്കാഡോ വാങ്ങിച്ചു 11.90. പക്ഷെ നമ്മൾ വാങ്ങിക്കുന്ന മെക്സിക്കോയുടെ സാധനം ഇല്ലായിരുന്നു, അതുകൊണ്ടാ. ഇത് ഓസ്ട്രേലിയയുടെ. ഈ അവോക്കാഡോ എനിക്ക് വലിയ താല്പര്യമില്ല, ബട്ട് സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ വാങ്ങിച്ചു. ഒരു വെണ്ടയ്ക്ക തന്നെ കിടക്കുന്നു, മൈ ഗോഡ്, വെരി എക്സ്പെൻസീവ് വെണ്ടയ്ക്ക. പിന്നെ പിയാലാണ് നമ്മൾ വാങ്ങിക്കാൻ പോയത്. പാലിന് ഒരു ഗാലന് എത്രയാണെന്ന് എനിക്കറിയില്ല, ജസ്റ്റ് അറിയാം, 21 സംതിങ് ഒരു ഗാലൻ. പിന്നെ ഒരു ക്രൊസാൻഡ് വാങ്ങിച്ചു. ഇത് എന്തിനാന്ന് വെച്ചാൽ കൊതി കാണുന്നില്ലേ, ഈ പടം കണ്ടോ, ഇത് കണ്ടപ്പോ കഴിക്കാൻ തോന്നി, എന്തോ ഒരു വൈക്ലബ്യൻ, അങ്ങനെ വാങ്ങിച്ചതാ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സോറി, ഞാനൊരു എന്താ പറയുന്നേ, ഒരു പണ്ടത്തെ പെറ്റിക്കോട്ടിന്റെ ഒക്കെ കുഞ്ഞമ്മയുടെ മോഡൽ സാധനം എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു സാധനം. ഇതെന്തിനാ വാങ്ങിച്ചതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഉടുപ്പിന് ഭയങ്കര കട്ടി കുറവാ, അതിന്റെ അടിയിൽ ഇടാൻ വേണ്ടിട്ട് ഈ ഒരു സാധനം പെറ്റിക്കോട്ട് ഇടാം. പിന്നെ ആ വഴിക്ക് പോയതല്ലേ, നോക്കിയപ്പോ എനിക്ക് ഈ ചെരുപ്പ് ഇഷ്ടപ്പെട്ടു. ഞാൻ വീട്ടിൽ കൂടി ഇടുന്ന ചെരുപ്പിന് ഒന്നും പറ്റിയില്ല, ചുമ്മാ ഇടാം. ഇതെനിക്ക് ബീച്ചിൽ പോകുമ്പോ വിന്റർ ആണ്. ജസ്റ്റിയുടെ മുഖം ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്നായി തൽക്കാലം. അപ്പൊ അത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചത്. ഞാൻ പറഞ്ഞില്ല, എത്ര ബില്ലാന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? മൊത്തമായത് 548 dirhams. ഒരു പാലും 2 ഗാർമെന്റ്സും വാങ്ങിക്കാൻ പോയതാ. ഇതിൽ നിന്ന് എന്ത് ഗുണപാഠം നിങ്ങൾ പഠിച്ചു? വീട്ടിലിരിക്കുന്ന ഭാര്യയും പിള്ളേരെയും കൂട്ടിക്കൊണ്ട് ഒരിക്കലും ലുലുവില് നമ്മൾ പോകരുത് എന്ന് മനസ്സിലായില്ലേ? ഇന്ന് എനിക്ക് സമയമില്ലായിരുന്നു, അല്ലെങ്കിൽ ഇച്ചിരി വിജലംബിച്ച ഷോപ്പിൽ നിർത്തി. ഇത്രയും തന്നെ എന്നെ കൊണ്ട് പറ്റുള്ളൂ. അപ്പോൾ നന്ദി, നമസ്കാരം, പോയിച്ചു വരാം.